ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة ومن آياته അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത വലിയ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണല്ലോ അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് ഇണകളായി അല്ലാഹു നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ പടച്ചു തന്നത് അല്ലാഹു ചെയ്ത വലിയ ദൃഷ്ടാന്തമാണ്. പുരുഷനൊരു സ്ത്രീ, സ്ത്രീക്കൊരു പുരുഷൻ, അല്ലാഹുവിന്റെ നാമം ചൊല്ലി നിക്കാഹ് ചൊല്ലി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാര്യയും ഭർത്താവും. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കിയതും അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമാണ്. അല്ലാഹുവിന്റെ നിഅമത്താണെന്നല്ല പറഞ്ഞത്, നിഅമത്താണ്. അതിലപ്പുറം ആയാത്ത്, സൂര്യൻ അല്ലാഹു ഉണ്ടെന്ന് വിളിച്ചറിയിക്കുന്ന ദൃഷ്ടാന്തമാണ്. ചന്ദ്രൻ അതാണ്. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ, പ്രഭ പരത്തുന്ന സൂര്യനും വെളിച്ചം തരുന്ന ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. വത്തീനി വസ്സൈതൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ, തീനും സൈത്തൂനും മക്കയും ബൈത്തുൽ മുഖദ്ദസുമെല്ലാം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അതുപോലെ ദൃഷ്ടാന്തമാണ് മാതാപിതാക്കളായി വരുന്ന പിതാവോ മാതാവോ ആകുന്ന ഒരു ഭാര്യയും ഭർത്താവും. അവരുടെ മനസ്സുകൾക്കിടയിൽ അല്ലാഹു സ്നേഹമുണ്ടാക്കിയില്ലേ? ലോകത്ത് ഒരിക്കലും മനുഷ്യന്റെ ലോജിക്കിന് മനസ്സിലാകാത്തൊരു വിഷയമാണ് ഇസ്ലാമിലെ കല്യാണങ്ങളൊക്കെ. ആലോചിച്ചാൽ എന്താ പറയാ, ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ ഒരു സ്നേഹിക്കാൻ ഒരു പെണ്ണില്ലെങ്കിൽ അവൻ എന്തൊരു മാനക്കേട്. 10ാം ക്ലാസ്സിലെ പോയി പറയണതേ, അവൾക്ക് എനിക്കെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ. പെൺകുട്ടിക്കും തോന്നിത്തുടങ്ങി. +2 ഒക്കെ ആകുമ്പോൾ അത് കൂടി വന്നു. ഡിഗ്രി ഒക്കെ ആകുമ്പോൾ അല്ല പിന്നെ നമ്മുടെ കല്യാണങ്ങാനും പുരക്കാരെ നടത്തിക്കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോകും, നമുക്കൊന്ന് ചാടി രക്ഷപ്പെടാം. ഇങ്ങനെ മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു പറയുന്നു, നിങ്ങൾ പ്രായപൂർത്തിയായി കഴിഞ്ഞ ഒരാണും ഒരു പെണ്ണും അന്യരായ ആളുകൾ അവർ പരസ്പരം കാണുന്നതോ സംസാരിക്കുന്നതോ ആശയവിനിമയം ചെയ്യുന്നതോ നിഷിദ്ധമാണ്. അല്ലാഹുവിനത് ഇഷ്ടമല്ല. പിന്നെയോ നിങ്ങൾക്ക് വിവാഹത്തിന്റെ സമയമാകുന്നവരെ നിങ്ങൾ കാത്തിരിക്കണം. സൂറത്തുൻ നൂർ, വൽയസ്തഅഫിഫിൽ ലദീന ലാ യജിദൂന നികാഹൻ ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫദ്ലിഹി. വൽയസ്തഅഫിഫ്, ചാരിത്രശുദ്ധിയോടുകൂടെ നിങ്ങൾ കാത്തിരിക്കണേ. വൽയസ്തഅഫിഫ് അല്ലദീന ലാ യജിദൂന നികാഹ, വിവാഹം ചെയ്യാൻ സൗകര്യപ്പെടാത്തവരോ വിവാഹം ചെയ്യാൻ സമയമാകാത്തവരോ വിവാഹം ചെയ്യാൻ മഹർ ലഭിക്കാത്തവരോ ചെറുപ്പക്കാരാവട്ടെ വലിയവരാവട്ടെ ഒന്ന് ആത്മപരിശുദ്ധി നിങ്ങൾ സൂക്ഷിക്കണമേ. നിങ്ങളുടെ ചൈസ്റ്റിറ്റി. വല്യസ്തഅഫിഫ്, വിചരിക്കാൻ പോവല്ലേ, തോന്നിവാസങ്ങൾ ചെയ്യല്ലേ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വഴിക്ക് നിങ്ങൾ ജീവിക്കല്ലേ. ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, നിങ്ങൾക്ക് വിവാഹം ചെയ്യാനുള്ള സൗകര്യങ്ങൾ അല്ലാഹു ചെയ്തു തരുന്നതുവരെ നിങ്ങളൊന്ന് കാത്തിരിക്കണേ. നിങ്ങൾ തിന്മയിലേക്ക് പോവല്ലിൻ, ഒന്ന് ക്ഷമിച്ചിരിക്കണം. ഫസൂമു, നോമ്പ് നോൽക്കാൻ വിവാഹം ചെയ്യാൻ കഴിയാത്ത ആളുകൾ വിവാഹത്തിലേക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ലെങ്കിൽ അവർ നോമ്പ് നോൽക്കണം. ഫഇന്ന സൗമ ലഹു വിജാ, നോമ്പ് അവർക്ക് കവചമാണ്, ശരീരത്തെ സൂക്ഷിക്കാൻ അവരെ സഹായിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അറേഞ്ച്ഡ് മാരേജാണ് ഇസ്ലാമിന്റെ സിസ്റ്റം. എന്താ ചെയ്യാ? ഒരു പെണ്ണിനെ ആരെയാണ് വിവാഹം ചെയ്യാൻ പോകുന്നത് അവരെ ഒരിക്കൽ ചെന്ന് കാണാനുള്ള അവസരം അല്ലാഹു തആല അനുവദിച്ചു. വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ട്, ഏകദേശം മറ്റു വിഷയങ്ങളൊക്കെ യോജിച്ചു വരുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്യാ? ഒന്ന് പോയി കാണാം. എന്നിട്ടവരെ വിവാഹം നിശ്ചയിക്കുകയാണ്. കാണാനേ പറഞ്ഞിട്ടുള്ളൂ. എന്തൊക്കെ കാണാൻ പറ്റും ഒരു പെണ്ണിൽ നിന്ന്? വിവാഹം ചെയ്യാൻ പോകുന്ന തന്റെ പ്രതിശ്രുത
വധുവിനെ എന്ത് കാണാൻ പറ്റുന്ന? അവളുടെ മുഖം കാണാം, അവളുടെ മുൻകൈ കാണാം. അത്രേ പറ്റുള്ളൂ. സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. സംസാരിക്കാൻ പറ്റുമോ? പുതിയാപ്പിള കാണാൻ വന്നു, അപ്പൊ എല്ലാവരും ഇന്ന് നമ്മളൊക്കെ ഒന്ന് എഴുന്നേറ്റ് പോകുക, അവർക്ക് പറയാനുണ്ടാവും. ഇത് സിനിമക്കാരൻ പഠിപ്പിച്ചതാ, നമ്മുടെ ശരീരത്തിൽ ഇല്ലത്. എന്ത് എഴുന്നേറ്റ് പോവൽ? ആ പെണ്ണിന്റെ വാപ്പയോ മുതിർന്ന ആങ്ങളെയോ കൂടെ ഉണ്ടായിരിക്കെ ഈ കല്യാണം കഴിക്കാമെന്ന ആൾക്ക് അവളുമായി സംസാരിക്കാം. അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ചെയ്തെടുത്താൽ ചിലപ്പോൾ കല്യാണം മുടങ്ങി തരും അല്ലേ? ഇവര് തീരെ കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാരാണെന്ന് പറയും. അങ്ങനെ പറയും. കുളവയൽക്കാർക്ക് അത്ര അവബോധമില്ലാത്തവരാന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നല്ല അവബോധമുള്ള ആളുകളാണ് അല്ലേ? ശറഅ അങ്ങനെയാണ്. നിശ്ചയല്ലേ നടക്കുന്നുള്ളൂ. നിക്കാഹ് നടന്നോ? ഇല്ലല്ലോ. ഇയാൾക്ക് ഈ പെണ്ണിനെ വേണമെങ്കിൽ ഒഴിവാക്കാം, വേറെ പെണ്ണിനെ പോയി കല്യാണം കഴിക്കാൻ പറ്റിയേക്കും. അപ്പൊ ഈ പെണ്ണിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞത് കാഴ്ച മാത്രമാണ്. മുഖം കണ്ടാൽ അവരുടെ സൗന്ദര്യം അറിയാം, അവരുടെ മുൻകൈ കണ്ടാൽ അവരുടെ ശരീരത്തിന്റെ നൈർമല്യം മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും മതി, ഇത്രയും വേണ്ടു. ബാക്കിയൊക്കെ പെങ്ങന്മാരോ ഉമ്മയോ പോയി കണ്ടോട്ടെ, അവരൊന്നും വിശ്വാസമില്ലാത്ത കല്യാണം കഴിക്കും വേണ്ട. ശറഈന്റെ കാഴ്ചപ്പാടതാണ്. അങ്ങനെ ചെയ്യുന്ന വിവാഹമാണ് ലോകത്തെ ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ളത്. വിജയിച്ച വിവാഹങ്ങൾ അത്രയേ ഉള്ളൂ. നമ്മളെ വാപ്പമാര് വല്യപ്പാരൊക്കെ അങ്ങനെയല്ലേ കല്യാണം കഴിച്ചത്? ഓരൊക്കെ ഓടിച്ച് ചാടിച്ചു കൊണ്ടുവന്നതാ. ബാംഗ്ലൂരും ഡൽഹിയിലൊക്കെ കറങ്ങി തിരിഞ്ഞിട്ടാണോ പിന്നെ എത്തിയത്? അല്ലല്ല. അവരൊക്കെ നല്ല അന്തസ്സില് സ്വന്തം പുതിയ എണ്ണ ആരാന്ന് വാപ്പ കണ്ടിട്ട് പോലുമില്ല നമ്മുടെ ഉമ്മാനെ അല്ലേ? നിക്കാഹ് ചെയ്ത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നപ്പോൾ അല്ലാ എന്റെ പുതിയ എണ്ണ ഇതാണോ എന്ന് വാപ്പ പുതിയ ആപ്പിള കാണുന്നത്. എന്നിട്ട് അല്ലാഹു ഐശ്വര്യം ചെയ്തില്ലേ? നല്ല മക്കളെ കൊടുത്തില്ലേ? നല്ല റാഹത്ത് കൊടുത്തില്ലേ? സന്തോഷം കൊടുത്തില്ലേ? ഇത് നമ്മുടെ ലോജിക്കിന് മനസ്സിലാവാത്തൊരു വിഷയമാണ്. ഇന്നത്തെ യുവതലമുറകളുടെ ട്രെൻഡ് മാറിക്കൊണ്ടുവരാണ്. ഡേറ്റിംഗ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട് യൂറോപ്യന്മാർക്ക്. താൻ കല്യാണം കഴിക്കുന്ന പെണ്ണിന്റെ കൂടെ കുറെ കാലം ജീവിക്കുക, അവർ യാത്ര പോകുന്നു, അവർ ഉറങ്ങുന്നു, താമസിക്കുന്നു, എല്ലാം കഴിഞ്ഞിട്ട് ഇനി കല്യാണം വേണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുക. ഇവിടെ 2-3 കൊല്ലം 5 കൊല്ലമൊക്കെ ജീവിച്ചിട്ട്. എന്താ കാരണം പറയാന്നറിയോ? അവരുടെ സ്വഭാവ രീതികളൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ? എന്നിട്ടല്ലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോഴല്ലേ അതൊന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ചേലെന്താ കോലെന്താ സ്വഭാവം നമുക്കറിയില്ലല്ലോ. ഇതാണ് ന്യായം. ഇതാര് പഠിപ്പിച്ച ന്യായമാണ്? പിശാച് പഠിപ്പിച്ച ന്യായമാണ്. അല്ലാഹു പറയുന്നത് എന്താ? ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة ومن آياته അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് أن جعل لكم من أنفسكم أزواجا നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ പടച്ചു തന്നത് അല്ലാഹു ചെയ്ത വലിയ ദൃഷ്ടാന്തമാണ്. وجعل بينكم مودة ورحمة നിങ്ങൾക്കിടയിൽ മനസ്സുകൾക്കിടയിൽ സ്നേഹമുണ്ടാക്കി തരികയും കാരുണ്യമുണ്ടാക്കി തരികയും അല്ലാഹു ചെയ്ത നിങ്ങൾക്ക് ചെയ്ത വലിയ ദൃഷ്ടാന്തമാണ്. എന്ത്? പടച്ച തമ്പുരാൻ എന്ന ഒരുത്തനുണ്ടെന്നും അല്ലാഹുവാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നതെന്നും അല്ലാഹുവാണ് ജീവിതത്തിൽ ഇടപെടുന്നതെന്നും നിങ്ങളെ പഠിപ്പിക്കാൻ അല്ലാഹു ചെയ്യുന്ന ദൃഷ്ടാന്തമാണ് നിങ്ങളുടെ വിവാഹങ്ങൾ. ഒരിക്കൽ പോലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തവരെ അല്ലാഹു പറഞ്ഞ പോലെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോ, അല്ലാഹു പറഞ്ഞ പോലെ കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ അല്ലാഹു നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ സ്നേഹം തരുന്നത്, നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ കാരുണ്യം തരുന്നത് അല്ലാഹു ചെയ്യുന്ന വലിയ ദൃഷ്ടാന്തമാണ്. അത്ഭുതമാണത്. അല്ലാഹു ചെയ്യുന്ന വലിയ ദൃഷ്ടാന്തമാണ്. എങ്ങനെയാണ് നിങ്ങൾക്കിടയിൽ മനസ്സുകൾക്കിടയിൽ സ്നേഹമുണ്ടായത്? ആലോചിച്ചു നോക്കിയ സ്നേഹം ഉണ്ടാകാൻ ഒരു വകുപ്പില്ല, ഒരു കണ്ടു പരിചയമില്ലാത്തവരാ. പക്ഷേ അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ച് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ സ്നേഹമായി, അടുപ്പമായി, കുടുംബ ബന്ധമായി, ലിതസ്കുനൂ ഇലൈഹാ അവരിലേക്ക് കൂടിച്ചേരുമ്പോൾ നിങ്ങളുടെ മനസ്സുകൾക്ക് ആശ്വാസം തരുന്ന അവസ്ഥയായി. ഇത് വലിയ ദൃഷ്ടാന്തമാണ്. വമിൻ ആയാതിഹി അവിടെ നോട്ടോ സാറേ. വമിൻ ആയാതിഹി ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അൻ ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ
നിങ്ങൾ കൂടിച്ചേരുമ്പോൾ, നിങ്ങൾ മനസ്സുമായി കൂടിച്ചേരുന്ന സമയം, അത് ശരീരമായി കൂടിച്ചേരുമ്പോൾ മനസ്സുകളെ അള്ളാഹു യോജിപ്പിച്ചു തരുന്നത് അള്ളാഹു ചെയ്യുന്ന ദൃഷ്ടാന്തമാണ്. നിങ്ങളാരും ആലോചിച്ചാൽ ഇത് നടക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ പോലും നടക്കാൻ ഇത് പോകുന്നില്ല. പക്ഷേ അള്ളാഹുവാണ് ഇവിടെ ഇടപെടുന്നത്. അള്ളാഹുവാണ് നിങ്ങളെ ഭാര്യയും ഭർത്താവുമായി യോജിപ്പിച്ചപ്പോ നിങ്ങളുടെ മനസ്സുകളെ യോജിപ്പിച്ചത് അള്ളാഹു അല്ലയോ? ഇത് ദൃഷ്ടാന്തമല്ലേ? അത്ഭുതം തോന്നുന്നില്ലേ?